ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്ന് നമ്മൾ കൊച്ചി ടണലിൻ്റെ അകത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. കുറേ അധികം ടൂറിസ്റ്റുകളും അവരുടെ ഗൈഡിൻ്റെ കൂടെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വിയറ്റ്നാം യുദ്ധസമയത്ത് തന്ത്രപരമായി ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഈ കൊച്ചി ടണൽ. 1955 മുതൽ 1975 വരെയാണ് വിയറ്റ്നാമിൽ പ്രധാനമായും യുദ്ധം നടന്നിരുന്നത്. ഈ ഫോട്ടോ കാണാത്തവർ വളരെ കുറവായിരിക്കും. 1955 വിയറ്റ്നാം യുദ്ധത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്ന ഒരു ഫോട്ടോയാണിത്. അങ്ങനെ ആദ്യം നമുക്ക് ഡോക്യുമെൻ്ററി ഫിലിം റൂം കാണാം. ഈ ഡോക്യുമെൻ്ററി ഫിലിം റൂം മെയിനായി ഉപയോഗിക്കുന്നത് ടൂറിസ്റ്റുകൾക്ക് വാറിൻ്റെ ചരിത്രങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ്. ഇതുപോലുള്ള 2-3 ഫിലിം റൂമുകൾ നമുക്കിവിടെ കാണാം. ഈ ഫിലിം റൂമിൽ തന്നെ വിയറ്റ്നാമിൻ്റെ മാപ്പും അതുകൂടാതെ ചെറിയൊരു ടിവിയും നമുക്ക് കാണാം. ഫിലിം റൂമിൻ്റെ ബാക്ക് ഭാഗത്തായി ചെറിയൊരു ടണലും കാണാൻ സാധിക്കുന്നു. ഈ ടണലിന് വലിയ ദൂരമൊന്നുമില്ല. ഈ ഡോക്യുമെൻ്ററി റൂമുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ടിലാണ്. അതുകൊണ്ട് തന്നെ യുദ്ധകാലത്ത് പല ആവശ്യങ്ങൾക്കായും ഉപയോഗിച്ച റൂമുകളായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ കൂടുതൽ റൂമുകളും തമ്മിൽ ടണൽ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നതും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഈ കാണുന്ന 2 ടണലിലും ഒന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. ചെറിയ ടണലായതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇനി വലിയ ടണലുകളൊക്കെ വരുന്നത് കുറച്ച് സമയത്തിന് ശേഷമാണ്. ഇവിടെ കാണുന്നത് കൊച്ചി ടണലിനകത്ത് നമ്മൾ പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അങ്ങനെ അതൊക്കെ ഒന്ന് വായിച്ച് അടുത്ത ഭാഗത്തേക്ക് നടന്നു. ഇനി കാണുന്നത് ഡോക്യുമെൻ്ററി ഫിലിം റൂമാണ്. ഇവിടെ നിന്ന് നമുക്ക് വിയറ്റ്നാമിൻ്റെ ചരിത്രങ്ങൾ ഡോക്യുമെൻ്ററി രൂപത്തിൽ കാണാൻ സാധിക്കും. സമയം കുറച്ച് കുറവായതിനാൽ ഇപ്പോൾ ഞങ്ങൾ ഇത് സ്കിപ്പ് ചെയ്ത് നടന്നു. ഇനിയുള്ള യാത്ര യുദ്ധകാലത്ത് വിയറ്റ്നാമിലെ ജനങ്ങൾ അഥവാ വിയറ്റ്കോങ് എന്നറിയപ്പെടുന്ന ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന കിച്ചണും അവരുടെ ജീവിത രീതികളുമൊക്കെ കാണാനുള്ളതാണ്. പോകുന്ന വഴിയിലൊക്കെ കുറേയധികം ടൂറിസ്റ്റുകൾ അവരുടെ യാത്രകൾ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് കാണാൻ സാധിക്കുന്നു. ടൂറിസ്റ്റ് ഗൈഡ് ഇല്ലാതെയുള്ള ഈ യാത്ര കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എന്നാലും ഞങ്ങൾ സ്ഥലങ്ങൾ തേടി നടന്നു. അങ്ങനെ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് യുദ്ധകാലത്ത് ടണലിൽ ജീവിച്ച വിയറ്റ്നാമികളെയാണ്. ഇവരെ വിയറ്റ്കോങ് അഥവാ ഗറില്ലകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവർ ധരിക്കുന്ന വസ്ത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് ഇവരുടെ ജീവിത രീതികൾ മനസ്സിലാക്കാൻ പറ്റും. ടണലിനകത്തെ പ്രാണികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഷാലുകളും അമേരിക്കക്കാർ ടണലിനകത്തേക്ക് വിഷവാതകങ്ങൾ ഇറക്കി വിടുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സ്കാർഫുകളും അതുകൂടാതെ അവരുപയോഗിക്കുന്ന ചെരുപ്പുകളുമൊക്കെ നമുക്ക് നന്നായി കാണാൻ സാധിക്കും. അതിനുശേഷം ഞങ്ങൾ പോയത് വാറിൻ്റെ സമയത്ത് ഇവരുപയോഗിച്ചിരുന്ന മെഡിക്കൽ റൂമിലേക്കാണ്. ഇവിടെ നമുക്ക് രോഗിയെ കിടത്തി ചികിത്സിക്കാനുള്ള ഒരു ബെഡും രോഗിയെ ചികിത്സിക്കാനുള്ള ചില സൗകര്യങ്ങളും കാണാൻ സാധിക്കും. ഇതുപോലുള്ള ബങ്കറിൻ്റെ അകത്ത് വച്ചാണ് യുദ്ധസമയത്ത് ഇവർ രോഗികളെ ചികിത്സിച്ചിരുന്നത്. അങ്ങനെ നമുക്ക് ഇവിടെയും 2 ഗറില്ലകളെ കാണാൻ സാധിക്കുന്നു. അവരുടെ വേഷവിധാനങ്ങളും വളരെ വ്യത്യസ്തമാണ്. ഇവർ ധരിക്കുന്ന ചെരുപ്പുകൾക്കും പ്രത്യേകതയുണ്ട്. അവ റബ്ബർ ചെരുപ്പുകളാണ്. അവയുണ്ടാക്കിയത് റബ്ബർ ടയറുകൾ കൊണ്ടാണ്. ഈ ടണലിൽ താമസിക്കുന്ന ഗറില്ലകൾ വേറെ തരത്തിലുള്ള ചെരുപ്പുകൾ ഉപയോഗിച്ചാൽ സ്മെല്ലുണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്മെല്ല് ഉപയോഗിച്ച് ശത്രുക്കൾക്ക് അവരെ ട്രാക്ക് ചെയ്യാനും പറ്റും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവർ റബ്ബർ കൊണ്ടുള്ള ചെരുപ്പുകൾ ധരിച്ചത്. ഇനി നമുക്ക് യുദ്ധകാലത്ത് ഗൊറില്ലകൾ ഉപയോഗിച്ച കിച്ചൺ കാണാം. ഈ കിച്ചണും വളരെയധികം പ്രത്യേകതയുണ്ട്. ടൂറിസ്റ്റുകൾക്ക് ആ കിച്ചൻ്റെ ഫീൽ ലഭിക്കാനായി ഇന്നും ഈ അടുപ്പിൽ വിറകുകൾ ഉപയോഗിച്ച് കത്തിക്കുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതും നമുക്കിവിടെ കാണാം. ഈ കിച്ചണിലെ പുകകൾ പുറത്തേക്ക് വിടുന്നതും പ്രത്യേക രീതിയിലാണ്. നേരിട്ട് പുകകൾ ബങ്കറിൽ നിന്നും പുറത്തേക്ക് പോയാൽ അതുവഴി ശത്രുക്കൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാനും അതുകൂടാതെ അടുക്കളയിൽ നിന്നും ഒരു ടണലും നമുക്ക് കാണാൻ സാധിക്കുന്നു. അടുക്കളയിൽ നിന്ന് നേരിട്ട് പോകുന്നത് ഒരു ചെറിയ ഡൈനിങ് ഏരിയയിലേക്കാണ്.
ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും നമുക്ക് വേറൊരു ടണൽ കാണാൻ സാധിക്കുന്നു. അതായത് ഇവിടെയുള്ള കിച്ചൺ ആയാലും ഡൈനിങ് ആയാലും എല്ലാം ടണൽ വഴി തമ്മിൽ കണക്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഈ ടണലിലേക്കൊന്ന് കയറി നോക്കാം. ഇതാണ് ടണലിലെ എൻട്രൻസ്. അങ്ങനെ ഡൈനിങ്ങിൽ നിന്നും ഈ ടണലിലേക്ക് ഇറങ്ങി. പണ്ടത്തേതിനെ അപേക്ഷിച്ച് ടൂറിസ്റ്റുകൾക്ക് സൗകര്യപ്രദമായി പോകാൻ വേണ്ടി ടണലിൻ്റെ അകത്ത് കുറച്ചുകൂടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ബങ്കറിലെ ഒരു ഡൈനിങ് റൂമിൽ നിന്നും ടണൽ വഴി വേറൊരു ഡൈനിങ് റൂമിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഈ ഡൈനിങ് റൂം സ്ഥിതി ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ടിൽ തന്നെയാണ്. അതായത് ഈ ടണലുകളൊക്കെ ഉപയോഗിച്ചത് വിയറ്റ്നാംകാർക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായാണ്. കുച്ചി ടണലിൻ്റെ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.